എനിക്ക് ഉറപ്പായിരുന്നു പറഞ്ഞ ആ ഒരു കാര്യം എന്താന്നല്ലേ, അവര് വീട്ടിലേക്ക് വരുന്ന ആ ഒരു എൻട്രി ഞാൻ എന്തായാലും ക്യാപ്ചർ ചെയ്യുന്നുള്ളത് അവർക്ക് അറിയുന്ന ഒരു കാര്യമായിരുന്നു. സോ ലെറ്റ്സ് ഫോക്കസ് ഓൺ സംതിങ് ഈവൻ ബെറ്റർ. പർദേശ ചിക്കനും അതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് നല്ല ഫ്രൈഡ് റൈസും. അത് മാത്രമല്ല, ഈ ഒരു ഹോൾ ചിക്കൻ റെസിപ്പി എന്റെ എവർ ടൈം ഫേവറേറ്റ് ആണെന്നും കൂടി പറയാം. സോ നമുക്ക് ആദ്യം ഹോൾ ചിക്കൻ പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള മാരിനേഷൻ ആണ് ഈ കാണുന്നത്. സ്ലിറ്റ് ഇട്ട ചിക്കനിലേക്ക് നമുക്ക് ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഒരു 3 to 4 hours എങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ താഴെ കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ഇതൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. സോ ഗ്ലൗസിന്റെ ആവശ്യം ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓൾ സെറ്റ്. അതൊന്ന് ഫോയിൽ വെച്ച് റാപ്പ് ചെയ്ത് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നെക്സ്റ്റ് അതിലേക്കുള്ള പേര് പ്രിപ്പയർ ചെയ്യാം. അതായത് നമ്മുടെ ഫ്രൈഡ് റൈസ്. പാനിലേക്ക് ബട്ടറും അതിലേക്ക് ചോപ്ഡ് ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ചിക്കൻ ഒന്ന് കുക്കായി വരുമ്പോൾ ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അതൊന്ന് ടോസായി കിട്ടുമ്പോഴേക്കും നമുക്ക് സോയ സോസും കുക്ക്ഡ് റൈസും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഫിനിഷിംഗ് കിട്ടുന്നതിനായിട്ട് ഫ്രഷ് കൊറിയാൻഡർ ലീവ്സും കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഈ ഒരു ചിക്കന്റെ പരിപാടി തുടങ്ങാം. 45 minutes കുക്കായിട്ടുള്ള ഈ ഒരു ചിക്കനിലേക്ക് ഡബിൾ ക്രീമും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പരിപാടി ക്ലിയർ ആയി. അപ്പൊ ഇങ്ങനെ സെർവ് ചെയ്യല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്.